എന്ത് പ്ലാൻ? നാളെ മുഹൂർത്ത സമയത്ത് അമൃതേച്ചി മണ്ഡപത്തിൽ ഉണ്ടാവില്ല. ഇത് ഞങ്ങൾ തരുന്ന വാക്കാം. എന്റെ പൊന്നു ജോ, നീ നടങ്ങ്. നീ പറയുന്ന കാര്യങ്ങളൊന്നും നടപടിയാവില്ല. എടാ, ഞങ്ങൾ കൃത്യമായിട്ട് സ്കെച്ചും പ്ലാനും റെഡിയാക്കി കഴിഞ്ഞു. നിനക്കെന്താ ഞങ്ങളെ വിശ്വാസമില്ലേ? എടാ, വിശ്വാസക്കുറവുള്ളതുകൊണ്ടൊന്നും അല്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പുത്തമ്പൊരിക്കൽക്കാരെ മുഴുവൻ നാണക്കേടിലേക്ക് തള്ളിവിട്ടിട്ട് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ ചേച്ചി തയ്യാറാവില്ല. ചേച്ചി തയ്യാറാവണ്ട. എടാ മോനെ ആദി, ഈ പ്ലാൻ വർക്കാവാൻ ഞങ്ങൾക്ക് അമൃതേച്ചിയുടെ സമ്മതം പോലും ആവശ്യമില്ല. നീയൊക്കെ എന്താടാ ചെയ്യാൻ പോകുന്നത്? കിഡ്നാപ്പിംഗ്. അമൃതേച്ചിയെ നാളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. ഒരാളെ കിഡ്നാപ്പ് ചെയ്യാൻ അയാളുടെ സമ്മതം ആവശ്യമില്ലല്ലോ. ജോ, ഓവറാക്കല്ലേ. ജോ, ഈ കിഡ്നാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ അത് പിന്നെ ആദി, നീ ഒന്നുകൂടി ടെൻഷൻ ആവണ്ട. എല്ലാം ഞങ്ങൾ നല്ല കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അമൃതേച്ചി നാളെ മണ്ഡപത്തിൽ ഉണ്ടാവില്ല. എടാ, നാളത്തെ ഒരൊറ്റ ദിവസത്തോടെ നീയും അമൃതേച്ചി ഇപ്പൊ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അളിയാ, നോ കൺഫ്യൂഷൻ, ഫുൾ സെറ്റാ. ആദി, നമ്മളിങ്ങനെ മാറി നിന്ന മുത്തശ്ശന് ഡൗട്ട് അടിക്കും. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വാ വാ. കിട്ടിയോ? ആ, കിട്ടി. ജോത്സ്യൻ എന്തു പറഞ്ഞു? ജനിച്ച ദിവസവും സമയം അറിയാതെ കൃത്യമായിട്ട് ജാതകം എഴുതാൻ പറ്റില്ലെന്ന് ആദ്യം പറഞ്ഞത്. പിന്നെ മാളുവിന് നമുക്ക് കിട്ടിയ ദിവസം ജനിച്ച ദിവസമായിട്ട് വെച്ചു. കുമാറിന്റെ വീട്ടുകാർ ജാതകം ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും വേണ്ടി വരില്ലായിരുന്നു. ഇനി അവര് ചോദിച്ചാ കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ ജാതകം. രണ്ടുപേരും കൂടി എന്താ ഇത്ര കാര്യമായിട്ട് നോക്കുന്നേ? ഇത് നിന്റെ പുതിയ ജാതകം മോളെ. അല്ല മോളെ, പുതിയെന്ന് പറഞ്ഞാൽ പഴയ ജാതകൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒന്നുകൂടെ പൂജിച്ചതാ മോളെ. അതിനാ ഇവളീ പറയുന്നത്. ആണോ? ആ,